ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ കാലമായി വീഡിയോ ഒന്നും ഇല്ലാതായിട്ട്. അപ്പോൾ വീഡിയോ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള മടിയുണ്ട്. വീഡിയോ ഇടാതെ നിന്നിട്ട് കുറേ കാലമായി. പിന്നെ ഇന്ന് അനിയത്തിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന സമയത്ത് പുഡിങ്ങൊക്കെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാനായിരുന്നു പറഞ്ഞത്. അപ്പോൾ പുഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ 2 തരം പുഡിങ്ങാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ പുഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ പോകാനുള്ളതുകൊണ്ട് സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതാ പിറ്റേന്ന് ഞങ്ങൾ പോകുന്ന സമയത്ത് മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ജ്വല്ലറിയിൽ പോയതാണ്. അപ്പോൾ വെള്ളീൻ്റെ ഒരു ചെയിനാണ് ഞാൻ വാങ്ങിച്ചത്. അങ്ങനെ കുറേ എണ്ണമൊക്കെ നോക്കി. പിന്നെ എനിക്ക് ഒന്നും അങ്ങോട്ട് കണ്ടിട്ട് ഒന്നും അങ്ങോട്ട് മനസ്സിലാവണില്ല. അവസാനം ഈ ഒരു ചെയിനാണ് കേട്ടോ എടുത്തത്. സച്ചിന് പൊതുവേ ആൺകുട്ടികൾക്ക് സച്ചിനാണല്ലോ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചെയിൻ എടുത്തു. അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ പുഡിങ്ങൊക്കെ മടിയിൽ വെച്ചിട്ടാണ് പോകുന്നത്. വണ്ടിയിൽ വെച്ചാൽ എന്തെങ്കിലും ആവുമെന്ന് വിചാരിച്ചിട്ട് മടിയിലാണ് ഞാൻ വെച്ചത്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ അനിയത്തി കേക്ക് ഓർഡർ ചെയ്തത് വാങ്ങാനുണ്ടായിരുന്നു. അത് ഞങ്ങൾ വരുന്ന സമയത്ത് വാങ്ങാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനുള്ള ടൈം ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് അന്ന് കേക്കിന് ഓർഡർ കൊടുത്തതായിരുന്നു. അങ്ങനെ കേക്കൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം അനിയത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പാൻ്റെ കയ്യിലുണ്ട്, മോന് അവിടെ നിൽക്കുന്നുണ്ട്. അന്ന് മോന് ചെറുതായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആള് അത്ര നല്ല മൂഡിലൊന്നും അല്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി പായസമൊക്കെ കുടിച്ചു. അനിയത്തി പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ ഞങ്ങളൊന്ന് ബോക്സൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ അടിപൊളി കേക്കാണ് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മോനെ ഒന്ന് മൂടൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അവന് വേഗം കുറച്ച് ഫുഡൊക്കെ കൊടുക്കാൻ നോക്കുകയാണ്. പക്ഷേ അവൻ കഴിക്കുന്നൊന്നുമില്ല. അപ്പോൾ കുറച്ചൊക്കെ കഴിച്ചു. അങ്ങനെ അതിന് ശേഷം ഡ്രസ്സൊക്കെ മാറ്റിച്ച് ആളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഭംഗിക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കളർഫുള്ളായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലഡും അതേപോലെ കുറച്ച് ചോക്ലേറ്റൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുറച്ച് ആൾക്കാരേ ഉള്ളായിരുന്നു. അനിയത്തിൻ്റെ ഫ്രണ്ടും മക്കളും അതേപോലെ കുറച്ച് ആൾക്കാരേ ഉള്ളായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മൾ കേക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ ആൾ ഒട്ടും താല്പര്യം കാണിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ മോന് സുഖമില്ലായിരുന്നു, പനിയാണെന്ന്. അപ്പോൾ ഒരുവിധമൊക്കെ സെറ്റാക്കി ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗിഫ്റ്റ് കിട്ടിയ വണ്ടിയിലൊക്കെ കയറിയപ്പോഴേക്ക് ആൾ ഉഷാറായി.
അപ്പോൾ നമ്മുടെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും പിന്നെ മോൻ്റെ കുറച്ച് കളികളൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ മന്തിയും അതേപോലെ ബീഫും ആണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഫുഡൊക്കെ ഞങ്ങളൊന്ന് എല്ലാവരും കൂടെ തന്നെ പെട്ടെന്ന് തന്നെ എടുത്ത് വെക്കുകയാണ്, കുറച്ചധികം സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഒരുപാട് സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും വിശന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാനാണ് ഇരുന്നത്. അപ്പോൾ എല്ലാ പരിപാടികളും അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.